സങ്കീർത്തനം 84:6. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. കോരഹ് പുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണിത്. ഇസ്രായേൽ ജനത പെരുന്നാളുകൾക്കായി യെരുശലേം ദേവാലയത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആലപിച്ചിരുന്ന ഗീതമാണിത്. സിയോനിലേക്കുള്ള ദീർഘവും കഠിനവുമായ യാത്രയിലെ ആത്മീയ സന്തോഷം ഇതിൽ പ്രതിഫലിക്കുന്നു. കണ്ണുനീർ താഴ്വര എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളെയാണ്. ഇവിടെ കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുന്ന ജനം ആ കണ്ണുനീരിൻ്റെ താഴ്വരയെ ജലാശയമാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ദൈവവിശ്വാസവും ദൈവാശ്രയത്വവും എത്ര വലുതാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ. ഇവരുടെ ബലം സർവശക്തനായ ദൈവത്തിലാണ്, അല്ലാതെ സ്വന്തം ബലത്തിലോ കഴിവിലോ അല്ല. ഇത് മുഖാന്തരം പ്രതിസന്ധികളിൽ തളരാതെ നിലനിൽക്കുവാൻ അവർക്ക് സാധിക്കുന്നു. അവരുടെ സിയോനിലേക്കുള്ള യാത്രയിൽ പ്രതിസന്ധികളുടെ ഘോഷയാത്ര തന്നെ ഉണ്ടാകുമ്പോൾ, കണ്ണുനീര് നിലയ്ക്കാത്തതുപോലെയുള്ള ദുർഘട സമയങ്ങൾ വരുമ്പോൾ അവർ തളരുന്നില്ല. മറിച്ച് പരാതി പറയാതെ, പിറുപിറുക്കാതെ, ദൈവത്തെ കുറ്റപ്പെടുത്താതെ, ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ചുകൊണ്ട്, കർത്താവിൽ നിന്ന് കൂടുതൽ ബലം ഏറ്റെടുത്തുകൊണ്ട് തങ്ങളുടെ കണ്ണുനീരിനെ അനുഗ്രഹത്തിൻ്റെ മുഖാന്തരമാക്കി അവർ മുന്നേറുന്നു. ഇങ്ങനെയുള്ള മനുഷ്യരുടെ, വിശ്വാസികളുടെ മനസ്സിൽ സിയോനിലേക്കുള്ള, ദൈവ സാന്നിധ്യത്തിലേക്കുള്ള, ദൈവമൊരുക്കുന്ന നിത്യതയിലേക്കുള്ള ഇടുക്കുവഴികൾ, കുറുക്കുവഴികളല്ല ഉള്ളത്, മറിച്ച് പെരുവഴികളാണുള്ളത്. അവർ വിശ്വാസമായ പാതയിലൂടെ വിശ്വാസത്താൽ നടന്നു നീങ്ങും. പ്രാർത്ഥനയാലും വിശ്വാസത്താലും അതിനെയൊക്കെ മറികടന്നു പോകുവാൻ അവർക്ക് കഴിയും. നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലതകൾ, പ്രതിസന്ധികൾ ഒരിക്കലും നമ്മെ തളർത്തുവാനും നിരാശരാക്കുവാനും നാം അനുവദിക്കരുത്. ദൈവസന്നിധിയിൽ കരയേണ്ട അവസരങ്ങളിൽ കരയുക തന്നെ വേണം. എന്നാൽ ആ കണ്ണുനീരിനെ അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കുവാൻ, സാക്ഷ്യമാക്കി തീർക്കുവാൻ കർത്താവിന് കഴിയും. അനേകർക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങളെ വിപ്ലവകരമായ രീതിയിൽ മാറ്റിമറിക്കുവാൻ നമ്മുടെ സാക്ഷ്യം മുഖാന്തരമായി മാറും. അതുകൊണ്ട് കണ്ണുനീരിൻ്റെ സാഹചര്യങ്ങളെ നമുക്ക് നഷ്ടപ്പെടുത്താതിരിക്കാം. അത് നമ്മുടെ ആത്മീക പുഷ്ടിയുടെ വളർച്ചയ്ക്കായി ഉള്ളതാണെന്ന് മനസ്സിലാക്കി, നമുക്കതിനെ ജയിക്കുവാനുള്ള അവസരങ്ങളാണെന്ന് മനസ്സിലാക്കി, ദൈവസാന്നിധ്യത്തിൻ്റെ മറവിൽ മറഞ്ഞിരുന്ന് നമുക്ക് മുന്നേറാം. സങ്കീർത്തനം 23:4 ദാവീദ് പറയുന്നു, മരണനിഴലിൻ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം ദൈവം എന്നോട് കൂടെയുണ്ട്. സങ്കീർത്തനം 66:12 ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ കണ്ണുനീരിനെ നമുക്ക് ജലാശയമാക്കാം. ദൈവാനുഗ്രഹം നമ്മെ തേടിയെത്തും. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ഞങ്ങളെ അതിനായി സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗാഡ് ബ്ലെസ് us all.